ഋഷി ഒന്നിങ്ങോട്ട് നോക്ക് ഋഷി. ഇത് ഞാനാ വിളിക്കുന്ന ഗോപിക. ഋഷി 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 സ്വാമിയച്ഛ, ചെറിയച്ഛ, സ്മൃതി ചേച്ചി. മോളെ, എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട്. എന്തെങ്കിലും പ്രയാസം? ദേഹാസകലം വേദനയുണ്ട്. അത് മാറിക്കൊള്ളും. ഏതായാലും സംസാരശൈലി തിരികെ കിട്ടിയില്ലേ? ഞാനത് പറഞ്ഞിരുന്നല്ലോ. സ്വാമിയച്ഛ, ഋഷി ഒന്നും മിണ്ടുന്നില്ലല്ലോ. സ്വാമിയച്ഛ, ഞാൻ കൈ നീട്ടി തൊട്ടപ്പോ ഋഷി കണ്ണു തുറന്നു. പക്ഷെ ഒരു ചലനവും ഇല്ല. എന്നെ ഒന്ന് നോക്കിയത് പോലും ഇല്ല. കണ്ണു തുറന്ന് ഇങ്ങനെ ഒരേ കിടപ്പ. ഞാൻ പറഞ്ഞതൊന്നും ഋഷി കേട്ടിട്ടുണ്ടാവില്ലേ? ഗോപിക സംസാരിച്ചപ്പോ ഋഷി മിഴി തുറന്നെങ്കിലും ഋഷിക്ക് പൂർണ്ണമായ ബോധം ഇനിയും വീണിട്ടില്ല. ബോധത്തിന്റെയും അബോധത്തിന്റെയും മധ്യയാണ് ഋഷി ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഗോപിക വിളിച്ചിട്ടും ഋഷി അറിയാത്തത്. കണ്ണു തുറന്നിട്ടുണ്ടെങ്കിലും കാഴ്ചകളൊന്നും ഋഷിക്കിപ്പോ വ്യക്തമാവില്ല. പേടിക്കണ്ട, അധികം താമസമില്ലാതെ തന്നെ ഋഷി പൂർണ്ണ ബോധത്തിലെത്തും. പഴയതുപോലെ തന്നെ എഴുന്നേറ്റ് ഓടിച്ചാടി നടക്കും. വേഗം തന്നെ രണ്ടുപേരും പൂർവ്വസ്ഥിതിയിലായി പഴയതുപോലെ ജീവിച്ചു തുടങ്ങും. സമാധാനമായിട്ടിരിക്കെ. സ്വാമിയച്ഛ, ചേച്ചി, ഞാൻ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ? നിങ്ങൾക്കുണ്ടായ ഇംപ്രൂവ്മെന്റ്സ് ഇപ്പൊ തന്നെ അമ്മയെ മുത്തശ്ശി അറിയിച്ചേക്കാം. സ്മൃതി, സ്മൃതി, സ്മൃതി. അമ്മേ, ഞാനിപ്പോ വിളിക്കാം. സ്മൃതി, എന്താ ചേച്ചി? മോളെ, എന്റെ ഫോണൊന്ന് എടുത്തു തരൂ. വീട്ടിലേക്കൊന്ന് വിളിക്കണമായിരുന്നു. ചേച്ചിയോടും മുത്തശ്ശനോടൊക്കെ സംസാരിച്ചിട്ട് എത്ര ദിവസമായി. ആ, ചേച്ചിയുടെ ഫോൺ ഇവിടെ ഉണ്ട്, ഞാനിപ്പോ എടുത്തിട്ട് വരാം. ദാ ചേച്ചി, ചേച്ചി സംസാരിക്കേ, ഞാൻ പുറത്തുണ്ടാവും.
മോളെ മുത്തശ്ശ മുത്തശ്ശ മുത്തശ്ശന് സുഖാണോ? മോളെ മുത്തശ്ശന് സുഖാണ് മോളെ. മോക്ക് എപ്പോഴാ സംസാരിക്കാൻ പറ്റിയത്? എപ്പോഴാ ശബ്ദം തിരികെ കിട്ടിയത്? ദേ, ഇപ്പഴാ ഒന്ന് സംസാരിച്ചു തുടങ്ങിയത്. ഓ ആണോ? എന്തായാലും സംസാരിക്കാൻ സാധിച്ചല്ലോ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ശരിയാ, പക്ഷെ ഋഷിക്ക് ഇതുവരെ ബോധം വീണിട്ടില്ല മുത്തശ്ശ. മോള് വിഷമിക്കണ്ട. സ്വാമി അച്ഛന്റെ ചികിത്സയില്ലേ മോക്ക് ശബ്ദം തിരികെ കിട്ടിയില്ലേ? അതുപോലെ ഋഷിക്കും ബോധം വീഴും. സ്വാമി അച്ഛന്റെ ചികിത്സ ഫലിക്കും മോളെ. മോള് സമാധാനിക്ക്. സ്വാമി അച്ഛന്റെ ചികിത്സയിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഋഷി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശ. മോളെ മോള് വിഷമിക്കണ്ട. ഇത് സമയദോഷമാണ്. കാലദോഷം വരുമ്പോ ഇതുപോലെ പലതും സംഭവിക്കും. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ സർവേശ്വരന് മാത്രമേ സാധിക്കൂ. മോൾ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്ക. മുത്തശ്ശ, ചേച്ചി അവിടെ ഇല്ലേ? ചേച്ചിക്കൊന്ന് കൊടുക്കൂ. അവൾ ഇവിടെയുണ്ട്, ഞാൻ വിളിക്കാം. ദേവികേ, ദേവികേ. ആ, അവൾ ഇപ്പൊ വരും മോളെ. മുത്തശ്ശ, ഞാനവിടെ ഹോസ്പിറ്റലിലായിരുന്നപ്പോ ചേച്ചിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ തീരുമാനം എന്തായി? അപ്പോ മോളോട് അവളെല്ലാം പറഞ്ഞു അല്ലേ? എന്നോട് ചേച്ചി പറഞ്ഞത് സിദ്ധാർത്ഥേട്ടന്റെ വിവാഹാലോചനയ്ക്ക് സമ്മതം മൂളാൻ പോവാന്ന. അഞ്ജിതയെ പെണ്ണ് കാണാൻ വന്നപ്പോ ഋഷിയുടെ വീട്ടുകാര് അങ്ങനൊരു ഡിമാൻഡ് വെച്ചു. അഞ്ജിതയും അഭിഷേകവുമായിട്ടുള്ള വിവാഹം നടക്കണമെങ്കിൽ ദേവികയും സിദ്ധുവും തമ്മിലുള്ള വിവാഹം കൂടി നടത്തി കൊടുക്കണമെന്ന അവരുടെ തീരുമാനം. അത് പറ്റില്ലെന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതാ. അത് പറ്റില്ല. ആ ആലോചന നടത്തിയ ശരിയാവില്ല. പക്ഷെ നിന്റെ ചേച്ചി അത് കേൾക്കണ്ടേ? അവൾ ആനന്ദനോട് വിവാഹത്തിൽ നിന്ന് പിന്മാറാന്ന് പറഞ്ഞു. അഞ്ജിതയുടെ ജീവിതം അവള് കാരണം തകരല്ലെന്ന് കരുതി അവൾ പൊന്നാരൻ തോട്ടത്തുകാരുടെ ഡിമാൻഡിന് വഴങ്ങാൻ പോവാ. അതിന് നിൽക്കരുത്, അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതെന്ന് ഞാനൊരു 100,000 വട്ടം അവളെ ഉപദേശിച്ചതാ. പക്ഷെ അവളതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ചേച്ചി എങ്ങനെയെങ്കിലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. പിന്തിരിപ്പിച്ചേ തീരൂ. അതിനൊരു കാരണമുണ്ട്. മനസ്സിലായില്ല, നീ എന്താ ഉദ്ദേശിക്കുന്നേ? സിദ്ധാർത്ഥേട്ടനെ കുറിച്ച് മുത്തശ്ശനോ ചേച്ചിക്കോ അധികം ഒന്നും അറിയില്ലല്ലോ. ഇല്ല. സിദ്ധുവേട്ടൻ സാധാരണ ആളുകളെ പോലെ അല്ല മുത്തശ്ശ. പിന്നെ മാനസിക നില തെറ്റിയ ഒരാളാ സിദ്ധുവേട്ടൻ. അങ്ങനെ ഒരാള് എങ്ങനെയാ മുത്തശ്ശ നമ്മുടെ ചേച്ചിക്ക്? അത് ശരി. അതുകൊണ്ടാണ് അഞ്ജിതയും അഭിഷേകമായുള്ള വിവാഹത്തിനൊപ്പം തന്നെ ദേവികയും സിദ്ധാർത്ഥനും തമ്മിലുള്ള വിവാഹം നടത്തണമെന്ന് അവര് നിബന്ധന വെച്ചത്. എന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നം സിദ്ധാർത്ഥനുള്ളതായിട്ട് അവർ പറഞ്ഞതുമില്ലല്ലോ. അതെനിക്ക് തോന്നി. മുത്തശ്ശ, ഗോപിക വിളിക്കുന്നു. അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി. മോളെ ഗോപു. ചേച്ചി, എത്ര ദിവസമായി മോളെ ഞാൻ നിന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട്. എന്തെങ്കിലും ഒന്നും മിണ്ടിയിരുന്നെങ്കിലും ഞാൻ എന്നും ചിന്തിക്കും. പറ മോളെ. അത് ചേച്ചി, ഞാൻ വിളിച്ചത് ചേച്ചിയോട് പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ. എന്താ മോളെ പറ. അവിടെ ആശുപത്രി വെച്ച് ചേച്ചി എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ചേച്ചി കേൾക്കണം. സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് ചേച്ചി സമ്മതിക്കരുത്. മോളെ അത് ചേച്ചി, അതൊരു മുതലെടുപ്പാ. ചേച്ചി അതിന് നിന്ന് കൊടുക്കരുത്. മോളെ നീ എന്താ ഈ പറയുന്നേ? സിദ്ധുവേട്ടനെ കുറിച്ച് ചേച്ചിക്ക് ഒന്നും അറിയില്ല. അത് ചേച്ചി അറിയണം. ഇനി എനിക്കൊന്നും അറിയാനില്ല കുട്ടി.
അങ്ങനെ പറയല്ലേ ചേച്ചി. ചേച്ചി അത് അറിയണം. സ്മൃതി വരുന്നുണ്ട്, ഞാൻ പിന്നീട് വിളിക്കാം. മുത്തശ്ശനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശൻ അത് പറയും. ഞാൻ വിളിക്കാം. മുത്തശ്ശ, ഗോപി എന്താ മുത്തശ്ശനോട് പറഞ്ഞത്? സിദ്ധാർത്ഥനെ കുറിച്ച് ഞാൻ എന്ത് മനസ്സിലാക്കണമെന്നാ ഉദ്ദേശിച്ചത്? മോളെ, നീ ആ സിദ്ധാർത്ഥനായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ ഞാനും നീയല്ല വിഡ്ഢികളായനെ. മനസ്സിലായില്ല. മുത്തശ്ശൻ എന്തൊക്കെയാ പറയുന്നത്? തെളിച്ചു പറയേ. അഞ്ജുവും അഭിഷേകവുമായിട്ടുള്ള വിവാഹം നടത്തണമെങ്കിലേ നീയും സിദ്ധാർത്ഥനുമായിട്ടുള്ള വിവാഹം നടക്കണമെന്ന് അവർ ഡിമാൻഡ് വെച്ചത് എന്തിനാന്നറിയാം മോൾക്ക്? അതിന് ഇപ്പോ അത് ചതിയായിരുന്നു മോളെ. ചതിയോ? എന്ത് ചതി? പൊന്നാരം തോട്ടത്തിലെ ജാനകിയുടെയും മഹാദേവന്റെയും മൂത്ത മകൻ സിദ്ധാർത്ഥൻ മാനസിക നില തെറ്റിയ ആളാ. അങ്ങനെ മാനസിക നില തെറ്റിയ മകനെ നിന്റെ തലയിൽ അവർക്ക് വെച്ച് കെട്ടണം. സിദ്ധാർത്ഥനുമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചാൽ മാത്രമേ അഞ്ജുവും അഭിഷേകവുമായിട്ടുള്ള വിവാഹം നടത്താൻ പറ്റുകയുള്ളൂ എന്ന് അവര് വാശി പിടിച്ചതിന്റെ കാരണം ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ഒരു തരത്തില് അതൊരു കെണിയായിരുന്നു. പക്ഷേ ദൈവം നമ്മളോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഗോപിയയ്ക്ക് ശബ്ദം തിരികെ കിട്ടിയതും സിദ്ധാർത്ഥൻ മാനസിക നില തെറ്റിയ ആളാണെന്ന് അവൾക്ക് നമ്മളോട് പറയാൻ സാധിച്ചതും. ഇപ്പോഴെങ്കിലും നീ ഒന്ന് മാറി ചിന്തിക്ക. എന്നാലും പൊന്നാരം തോട്ടത്തുകാരിൽ നിന്ന് ഇങ്ങനൊരു നെറികെട്ട പെരുമാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി എന്ത് ചെയ്യും മുത്തശ്ശ? സിദ്ധാർത്ഥമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ തയ്യാറായില്ലെങ്കിൽ കുഴപ്പത്തിലാവുന്നത് ഗോപികയുടെ ജീവിതമല്ലേ? മോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. എല്ലാവരെയും എതിർത്ത് ഗോപികയെ വിവാഹം കഴിക്കാൻ ധൈര്യം കാണിച്ചവനാ ഋഷി. അവനൊന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചെത്തിയ ഗോപികയുടെ കാര്യം അവൻ നോക്കിക്കോളും. അല്ലെങ്കിൽ തന്നെ ഗോപികയ്ക്കില്ലാത്ത ജാതകദോഷത്തിന്റെ പേരിലല്ലേ ഈ പൂകിലൊക്കെ ഇവിടെ നടക്കുന്നത്. അത് അവസാനിപ്പിക്കാൻ സത്യം സത്യമായിട്ട് തന്നെ പൊന്നാരം തോട്ടത്തേരെ ബോധ്യപ്പെടുത്തിയാ പോരെ? അങ്ങനെ സത്യങ്ങളെ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ച പ്രശ്നങ്ങൾ തീരുവോ? നീ അധികം കാട് കയറി ചിന്തിക്കണ്ട. ഇവിടെ എല്ലാവരും സ്വാർത്ഥരാണ്. എല്ലാവർക്കും അവരവരുടെ നേട്ടങ്ങളും സന്തോഷവും മാത്രമാണ് പ്രധാനം. ആരും നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരെ പോലെ തന്നെ നിനക്കും ഒരു ജീവിതമുണ്ടെന്ന് അവർ ഓർക്കുന്നില്ല. അങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവർക്ക് വേണ്ടി നീ എന്തിന് നിന്റെ ജീവിതം പാഴാക്കണം? നീ ആദ്യം നിന്നെക്കുറിച്ച് ചിന്തിക്കുമോളെ. ഒരു ചെക്കനെ കിട്ടാതെ പൊര നിറഞ്ഞു നിൽക്കുന്നവളല്ലല്ലോ നീ. എന്തുകൊണ്ടും നിനക്ക് ചേരുന്ന ഒരു പയ്യൻ ആനന്ദൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂന്ന് ശപഥമെടുത്ത് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. അവനെ മറന്നുകൊണ്ട് ഒരിക്കലും ഇങ്ങനൊരു വിവാഹത്തിന് നീ സമ്മതിക്കരുത്. നിന്റെ ജീവിതം നീ നശിപ്പിക്കരുത് മോളെ. പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നീ എന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് സിദ്ധാർത്ഥനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ച പിന്നെ ഈ മുത്തച്ഛനെ ഒന്നിനും പ്രതീക്ഷിക്കരുത്. ഒരഭിപ്രായം പോലും ചോദിക്കരുത്. ഇങ്ങനൊരു മുത്തശ്ശൻ നിനക്കില്ലാന്ന് കരുതി ജീവിച്ചോണം നീ. നിന്റെ ഈ മുത്തശ്ശൻ ചത്തുപോയി നീ വിചാരിച്ചോളും. മുത്തശ്ശൻ അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് വലുത് മുത്തശ്ശനാണ്. ഇന്നും മുത്തശ്ശൻ എന്നോടൊപ്പം വേണം. ഞാനൊന്ന് തളരുമ്പോ താങ്ങി പിടിക്കാൻ എനിക്ക് മുത്തശ്ശൻ മാത്രമല്ലേ ഉള്ളൂ. എങ്കില് ഞാൻ പറയുന്നത് മോൾ അനുസരിക്കണം. പൊന്നാരം തോട്ടത്തുകാരന്റെ ആലോചന നീ മറക്കണം. എന്നിട്ട് ആനന്ദിനെ കല്യാണം കഴിച്ചോളാന്ന്
നീ എനിക്ക് ഇപ്പൊ സത്യം ചെയ്തു തരണം. സത്യം ചെയ്യേ. ആനന്ദന് വിവാഹം കഴിച്ചോളാന്ന് എനിക്ക് സത്യം ചെയ്തതാ. സത്യം ചെയ്യുമോളെ. സത്യം ചെയ്തതാ മോളെ. അമ്മ ദേവികേച്ച സത്യം ചെയ്തു കൊടുത്താ നമ്മുടെ എല്ലാ പ്ലാനും പൊളിയും. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അയ്യോ എന്താ മോളെ നീ കാണിച്ചേ? മുത്തശ്ശ എന്താ ഇത്? അയ്യോ മോളെ ദേവികേ, ദേവികേ, ദേവികേ. എന്താ എന്താ ആന്റി? എന്താ മോളെ? ഇവള് കൈ മുറിച്ചു. അയ്യോ മുത്തശ്ശ, കൈ മുറിച്ചോ? എന്തിനാ നോക്കട്ടെ. നീ എന്താ മോളെ ഈ കാണിച്ചേ? മോള് നീ എന്തിനാ ഇപ്പൊ കൈ മുറിച്ചത്? എനിക്കറിയാം, ഞാൻ കാരണം ചേച്ചി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഞാൻ ജീവിച്ചിരുന്നാലല്ലേ ചേച്ചിക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ മരിച്ച ചേച്ചിക്ക് എന്നെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. എനിക്കിനി ജീവിക്കണ്ട. എന്തിനാ മോളെ ഈ അബദ്ധം കാണിച്ച്? ആന്റി പിടിക്ക്, ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ചെല്ലു മോളെ, ചെല്ലു, വേഗം ചെല്ല്. എടി, ഇത് മൂന്നാമത്തെ തവണയാ നീ ഇങ്ങനെ ഒരു അതിക്രമം കാണിക്കുന്നത്. നിനക്കിത് എന്തിന്റെ കടാടി? ജീവിതം വെച്ച് പന്താടുകയാണോടി നീ? ദേ, ഇനി ഇതുപോലെ ദൈവത്തെ മറന്ന് സ്വയം ചാകാൻ ശ്രമിച്ചാ ഒരു ആശുപത്രിയിലേക്ക് നിന്നെ കെട്ടിയെടുക്കില്ല. എവിടെയാണ് കിടക്കുന്നത് അവിടെ ചാട്ടി നോക്കും. അനീഷേട്ടാ ഒന്ന് നിർത്ത്, ഇത് ഹോസ്പിറ്റലല്ലേ. ഇവളൊരു ബുദ്ധിമോശം കാണിച്ചു പോയി, അതിനി ഇവളെ ശകാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇവളെ കൊല്ലുക വേണ്ടത്. അനീഷേട്ടാ എന്നാലും നീ ഇങ്ങനൊരു അവിവേകം കാണിച്ചല്ലോ മോളെ. നീ കത്തിയെടുത്ത് ഞരമ്പ് മുറിക്കുമ്പോ ആരെയും ഓർത്തില്ലെങ്കിലും ഈ എന്നെയെങ്കിലും ഒന്ന് ഓർത്തൂടെ? അന്നേരം ഞാൻ മറ്റാരെ കുറിച്ചും ചിന്തിച്ചില്ല. ദേവികേച്ചിയെ കുറിച്ച് മാത്രമായിരുന്നു എന്റെ ചിന്ത. പാവം ചേച്ചി എനിക്ക് വേണ്ടി എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്ന, അതിനൊക്കെ ഒരു പരിധിയില്ല. ഇപ്പൊ തന്നെ നല്ലൊരു കല്യാണാലോചന വന്ന് ചേച്ചിയുടെ മുന്നിൽ നിൽക്കുക. ചേച്ചിക്ക് വേണമെങ്കിൽ മറ്റാരെയും നോക്കാതെ തീരുമാനം എടുക്കാം. ചേച്ചി അതാണോ ചെയ്തത്? ചേച്ചി ചേച്ചിയുടെ ജീവിതത്തെക്കാൾ പ്രാധാന്യം എന്റെ ജീവിതത്തിനാ കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ ആനന്ദേട്ടനെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് മുത്തശ്ശൻ നിർബന്ധിച്ചിട്ടും ചേച്ചി ഇരു മനസ്സോടെ നിന്നത്.